ഹലോ! കഴിഞ്ഞ ഒരു മാസമായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എനിക്ക് മാത്രമല്ല, വീട്ടിലെ അമ്മയ്ക്കും അനിയത്തിക്കും പപ്പയ്ക്കും എല്ലാവർക്കും ഇത് തന്നെയാണ് അവസ്ഥ. പറഞ്ഞു വരുന്നത് നമ്മുടെ ബേബിയുടെ കാര്യമാണ്. ആള് നൈറ്റ് തീരെ ഉറങ്ങാറില്ല കേട്ടോ. പകരം ഡേ ടൈം നല്ല ഉറക്കമാണ്. സോ ഇന്ന് അവൾ അവളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഞങ്ങളെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എല്ലാ ന്യൂ ബോൺ ബേബീസ് ഉള്ള വീട്ടിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്കറിയാം. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു 2, 3 മന്ത്സ് ഇങ്ങനെ ആയിരിക്കുമല്ലേ. ചിലർ പറയാറുണ്ട്, കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന ടൈം നമ്മളും കൂടെ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ. ഇതൊന്നും ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എസ്പെഷ്യലി നമ്മുടെ സെക്കൻഡ് ഡെലിവറി ടൈം. ആദ്യത്തെ ഡെലിവറി ടൈം കുറേയൊക്കെ നടക്കും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിൻ്റെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. ഇതിനൊപ്പം നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും നമുക്ക് അഡ്വൈസ് തരാനും ഒക്കെ ഒരുപാട് പേരുണ്ടാകും. കാരണം നമ്മൾ ആദ്യമായിട്ട് അമ്മ ആവുന്നില്ലേ. പക്ഷെ അതുപോലെയല്ല രണ്ടാമത് അമ്മയാകുമ്പോൾ. കാരണം നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതിനൊപ്പം നമ്മൾ 2 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളാണ് നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പം തന്നെ ഒരു ഡേ നമുക്ക് കംപ്ലീറ്റ് പോവുകയാണല്ലേ. ഇതിനൊപ്പം നമ്മുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഗസ്റ്റ് വരുമ്പോൾ അവരെ മാനേജ് ചെയ്യുന്നത്, ഇതെല്ലാം കഴിഞ്ഞ് വളരെ കുറച്ച് ടൈമായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഈ ടൈം നൈറ്റ് ഉറങ്ങാത്തത് എങ്ങനെയാണ് ഉറങ്ങി തീർക്കുന്നത്? ഒരിക്കലും നമുക്ക് നൈറ്റ് ഉറങ്ങുന്നത് പോലെ പെർഫെക്റ്റ് ആയിട്ട് ഡേ ടൈം ഉറങ്ങി തീർക്കാനും കഴിയില്ല. പിന്നെ ഈ ഉറക്കമില്ലായ്മയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നതിൻ്റെ സ്ട്രെസ്സും ഡിപ്രഷനൊന്നും ഒരിക്കലും നമ്മളെ എഫക്റ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈ ടൈം നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ ഫാമിലി സപ്പോർട്ട്, പ്രസൻസ്, നമ്മുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ്, സപ്പോർട്ട്, ഇതൊക്കെയാണ്. ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എന്നെ സംബന്ധിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളിലും, അതായത് സെക്കൻഡ് പ്രഗ്നൻസി തൊട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ കൂടെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് എനിക്ക് 2 കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഈസി ആയിട്ടും ഹാപ്പി ആയിട്ടും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നത്. അതുപോലെ തന്നെ അവരെ കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ചെയ്യുന്നത് കൊണ്ടിട്ട് വളരെ ഈസി ആയിട്ടും ഹാപ്പി ആയിട്ടും കാര്യങ്ങൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. ഒപ്പം ഞങ്ങളുടെ പവിക്കുട്ടിയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ.